ഹായ് ഹലോ, ഇന്നൊരു മാങ്ങ ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കണേ. ഞാനിതാ 2 മാങ്ങ എടുത്ത് കഴുകി അതിൻ്റെ തോലൊക്കെ ചെത്തി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിതാ ഒരു മിക്സി എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ. ആ മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ ഈ മാങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് കേട്ടോ, നല്ല മധുരമുള്ള മാങ്ങയാണ്. ഇനി നമ്മൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണേക്ക്. ഞാൻ 2 സ്പൂൺ പഞ്ചസാര ഇടുന്നത്, നല്ല മധുരമുള്ള മാങ്ങയായതുകൊണ്ട് കുറച്ച് പഞ്ചസാര മതി. പിന്നെ പാലാണ് വേണ്ടത്. അതിൻ്റെ അകത്ത് പാൽ കുറവാണ്, ഉള്ള പാല് കട്ടയാവും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഞാനുള്ള പാലിൻ്റെ കട്ട അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാലിനനുസരിച്ച് ടേസ്റ്റ് കൂടും കേട്ടോ. ഇതിലുള്ള പാല് തുറന്നു കൊടുത്തതാണ്. ഇനി ഇതാ കുറച്ച് തണുത്ത വെള്ളമാണ് കേട്ടോ അത് ഒഴിച്ചെടുക്കുന്നത്. നല്ല തണുപ്പുള്ള വെള്ളമാണ് കേട്ടോ. നമ്മളിത് അടിച്ചേക്കനെ ഉപയോഗിക്കണമല്ലോ, കുടിക്കണമല്ലോ. നല്ല തണുത്ത വെള്ളം പകർന്നു കൊടുത്തു. ഇനി അത് അടിച്ച് തരാം. അപ്പോൾ ഞാനിതാ നമ്മളെ മാങ്ങ ജ്യൂസ് അടിച്ച് നിന്ന് ഇനി അത് 3 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ 3 ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിൽ പാല് കുറവാണ് കേട്ടോ, കുറച്ചും കൂടെയൊക്കെ പാല് വേണം. ഇപ്പോൾ അതാ ഞാൻ വെറുതെ അതിൻ്റെ മുകളിൽ ഒരു അണ്ടിപ്പരിപ്പും പുതിനൻ്റെ തല അങ്ങനെ വെച്ച് കൊടുത്തതാണ്. വെറുതെ രസത്തിന് വെച്ചെടുത്താണ് കേട്ടോ. അത് മാങ്ങ കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ മാങ്ങ ജ്യൂസ് അടിച്ചെടുക്കാൻ. ഞാൻ ഇന്നലെ ഒരു ചക്ക കൊണ്ടൊരു ജ്യൂസ് അടിച്ചിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ചക്ക ജ്യൂസ്. അതേപോലെ ഈ മാങ്ങ ജ്യൂസും എല്ലാ മാങ്ങ കൊണ്ടും നമുക്ക് ജ്യൂസ് എടുക്കാം. ഇനി പാലില്ലാന്ന് വിചാരിച്ചാലും ജ്യൂസ് എടുക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇതാ എൻ്റെ വീട്ടിലുണ്ടായൊരു സാധനമാണിത് കേട്ടോ, വത്തക്ക, കുഞ്ഞു വത്തക്ക കേട്ടോ. അപ്പോൾ അത് കുറച്ച് ദിവസമായി ഇത് ഉണ്ടായിട്ടൊക്കെ 2 മാസമൊക്കെ ആയിപ്പോയി, വള്ളിയൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പം ഞാനിനി ഇത് ഒന്ന് മുറിച്ച് നോക്കാമെന്ന് കരുതിയിട്ട് എടുത്തതാണ്. എന്താ ഇനി കേടെത്തി കളയണ്ടല്ലോ, ചിലപ്പോൾ ഇതിലൊന്നും ഉണ്ടാവില്ല. മൂപ്പായിട്ടില്ലല്ലോ, കണ്ടാൽ മൂത്ത മാതിരിയൊക്കെ ഉണ്ട്. എന്താ അറിയില്ല, മുറിച്ച് നോക്കിയാലേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള വിവരങ്ങൾ അറിയുള്ളൂ. ഇത് കണ്ടാൽ മുറിക്കാൻ തോന്നില്ല, നമുക്കിതിങ്ങനെ കാണാൻ തോന്നുമല്ലോ. ഞാൻ കുറേ ദിവസം ആ ചട്ടിയിൽ തന്നെ വെച്ചു, എടുക്കാനാവില്ല വിചാരിച്ചിട്ട്. പിന്നെ ഇന്നലെ എടുത്തു കേട്ടോ. ഞാനേ ഒരു പാത്രത്തിൽ വെച്ച് മുറിക്കാൻ നോക്കിയതാണ്, അപ്പോൾ മുറിഞ്ഞില്ല. ഞാനിതാ കയ്യിൽ വെച്ച് ഞാനിത് മുറിച്ചെടുത്തിട്ടോ. മാഷാ അല്ലാഹ്, എൻ്റെ വത്തക്ക കണ്ടില്ലേ, മഞ്ഞ വത്തക്കയാണ്. ഞാൻ ഇതിലൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയതാണ്. എന്താ സൂപ്പർ ഹൈ, നല്ല മഞ്ഞ കളർ കേട്ടോ. ഞാനിത് ചുവപ്പ് വത്തക്കയൊക്കെ ആവും, മൂത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ വെള്ള കളറാവുന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് എടുത്തത്, മുറിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിഷ്ടമായാൽ എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.